ഹായ് ഫ്രണ്ട്സ്, നോക്കാണി മക്കളെ, വിലക്കുറവിൽ ക്യാരറ്റ് കിട്ടി. ഇതൊരു അത്ഭുതമായ ക്യാരറ്റ് കണ്ട് നോക്കാണി. 2 കാലിൻ്റെ വാരി. പിന്നെ കണ്ടില്ല ഞങ്ങൾ എന്താ വെച്ചാൽ 50 റുപ്യക്ക് അത്രയും ക്യാരറ്റ് കിട്ടിക്കണം എൻ്റെ പൊന്നു മക്കളെ. ഇത് 2 കൊമ്പിൻ്റെ വാരി ഒന്ന്, ഇത് 2 കാലിൻ്റെ വാരി, പല ആകൃതി. ഇത് കാണുമ്പോൾ തന്നെ രസമാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. കണി 2 കാലിൻ്റെ വാരി അല്ലേ. പിന്നെ ഇത് നോക്കാം, പല മോഡലാണ് കേട്ടോ. ഇത് കാലും ഇത് കണ്ടാലെന്താ തോന്നുന്നത്, പല ആകൃതിയിലുണ്ട് ക്യാരറ്റ് കേട്ടോ. എന്നാണല്ലത് പൊന്നെ, വിലക്കുറവിലാണ് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. നല്ല ക്യാരറ്റ്. ഇതൊക്കെ പീടിയിൽ വശത്ത് നോക്കാൻ വേറെ ഷേപ്പ്. ഇതെന്താ ഇത്രയും ക്യാരറ്റ് കിട്ടി. 50 റുപ്യക്ക് അത്ര 50 റുപ്യക്ക് ഇത്ര ക്യാരറ്റ് കിട്ടുമോ? 10 റുപ്യക്ക് ഒരു ക്യാരറ്റ് വേണമെങ്കിൽ കിട്ടും പിടി. പിന്നെ കുറേ ചെറിയ ഉള്ളി, വലിയ ചെറിയ ഉള്ളിയാണ്. ഇതൊക്കെ 50 റുപ്യക്ക് ലാഭമില്ല മക്കളെ. കിടക്കണി വലിയ പോണയാണ്. പിന്നെ മാങ്ങാണ്ട്, പിന്നെ പ്ലാന്തോട് വാങ്ങിയതൊക്കെ കൊടുന്നപ്പോഴത്തേക്ക് ഞാൻ കൊല്ലി. എന്താ അത് 5-6 കിലോ ഉണ്ട്. ഇത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിച്ചാലുണ്ടല്ലോ രക്തമൊക്കെ ഉണ്ടാവും, ഉന്മേഷത്തിന് നല്ലതാണ്. അപ്പോൾ ചായ കുടിച്ചാലിറങ്ങി. അപ്പോൾ ഇത്രയും ക്യാരറ്റ് 50 റുപ്യ കിട്ടിയ ലാഭത്തിൽ കിട്ടുമ്പോൾ മേടിച്ചിട്ടതാണ്. അപ്പോൾ പീടിയിൽ നിന്നാണെങ്കിൽ എന്തോ ഒരു വില, 2-3 സാധനം മേടിച്ചാൽ വില കൂടുതലാണ്. ഇത് നോക്കാണി, ഇത് വേറൊരു മോഡല്. പല കോലത്തിലും പല ഭാവത്തിലുമാണ് ക്യാരറ്റ് ഉള്ളത്. ഇതോണി അപ്പോൾ ചായ കുടിക്കാൻ ഈ ഷാളങ്ങനെ ഉണ്ട്, സാറാണ്. നമ്മൾ സാധനങ്ങൾക്ക് ഇടാൻ വേണ്ടി മേടിച്ചതാട്ടോ, ഫാൻസിയൊക്കെ. ഇപ്പോൾ ഞാൻ ഫാൻസി വേറെ ഓരോരോ ബോക്സ് മേടിച്ച കാരണം ഇതിക്ക് നമുക്ക് ക്യാരറ്റ്, നല്ല നല്ല ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു പാത്രം ക്യാരറ്റ് കിട്ടും. അപ്പോൾ തൽക്കാലം ഇതിൽ ഇട്ടൊക്കെ കഴുകി വാരിച്ചാൽ ഇതിൽ കേട് വരുന്നുണ്ട്. ഈ വെള്ളത്തിലിങ്ങനെ ഇരുന്നിട്ടേ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എത്ര ക്യാരറ്റ് ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു വലിയൊരു പാത്രമല്ലേ. ഇതൊരു പാത്രം ഉണ്ടാവും കേട്ടോ. അതായത് പാത്രം ക്യാരറ്റ് നമുക്ക് നല്ലതാണ്. എത്ര ജ്യൂസ് അടിക്കാണ്ടിരിച്ചിട്ടാണ്. പിന്നെ വേവിച്ചിട്ടടിക്കുക, പച്ചക്കടിക്കുക, ഇതൊക്കെ ലാഭമാണ് മക്കളെ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ 2 കിലോനും 3 കിലോനും 4, 5 കിലോനും. ഇതിപ്പോൾ 1 കിലോനോ 2 കിലോ ഉണ്ടാവും. ഇത് പീടിയിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ 4 തേച്ച് കിട്ടൂല. ഇതൊക്കെയാണ്. ഇതിപ്പോൾ എന്താ സാധനം വേറെ മോഡല്ല. അപ്പോൾ ഇത് ഇത്രയും ക്യാരറ്റ് നമുക്ക് കിട്ടണം 50 രൂപ, വെറും 50 രൂപക്ക്. അപ്പോൾ അതിൽക്കൂടെ വന്നപ്പോൾ അപ്പം ഞാൻ അയാൾ നിർത്തി മേടിച്ചതാണ്, കൈ ആട്ടിയിട്ട്. അല്ലാതെ അവിടെ മേടിച്ചതൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞ് ക്യാരറ്റ് ഇരിക്കുകയാണെങ്കിലോ വിലക്കുറവ് കിട്ടുകയാണെങ്കിൽ എന്തുണ്ടെങ്കിലും അപ്പോൾ പൈസ കയ്യിലുണ്ടെങ്കിൽ അവർ മേടിച്ചു. അപ്പോൾ പിന്നെ ഇത് മേടിച്ചു. ജ്യൂസ് അടിക്കുകയാണ്. 2 എണ്ണം ചെറുതായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. ചെറുതായിട്ടൊന്നൊരു ഓൾസ് ഇത് ഇത്ര തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല ഫ്രഷ്. 10 കിട്ടിയിട്ടുണ്ട്. ചെറിയ 1 കിലോ 1.5 കിലോനൊക്കെ ഉണ്ടാവും. വലിയ ഉള്ളിയല്ലേ എൻ്റെ പൊന്നു മക്കളെ. ഈ നമ്മളെ ബിസ്ക്കറ്റ് കഴിക്കാനാണ് പോണത് കിട്ടും. കൈ ആരും കഴിക്കട്ടെ. ക്യാരറ്റ് വെക്കുന്നതല്ലേ ആ മക്കളെ. ലാഭം അത്രയും കൊടുക്കുക.
4 മണിക്ക് കറക്റ്റ് ചായ. ഈ നേരത്തൊക്കെ നമ്മൾ വിങ്ങാടായിരുന്നു. ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഇട്ടോ. എന്താ ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇതപ്പോൾ ചായക്കടി. ഞാൻ ഉച്ചക്ക് ഒന്നും വയ്യായിട്ട് ഞാൻ ബിരിയാണി കൊടുത്തുകൊണ്ട് വലിയപ്പോൾ പിന്നെ അമ്മേൻ്റെ കൊടുത്ത് പോയി തിന്നു. കോഴി ബിരിയാണി മേടിച്ച് കൊടുക്കുന്നു. 2 ആൾക്കും കൂടെ ഉള്ളത് കിട്ടും. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നോക്കണോ? അതൊക്കെ തിന്നായി വീവുണ്ടോ? കുറച്ചിലേല കൊണ്ടുവച്ചിരുന്നത് അതൊക്കെ ആ ബിസ്ക്കറ്റ് നല്ല അടിപൊളിയാണ്. ഉള്ളിൽ ചോക്ലേറ്റ് ആക്കണേ. ഞാൻ കാണിച്ചു തരാം. എന്താ കുതറിപ്പോയി. എന്തോ ഓഫർ കിട്ടിയ ചോക്ലേറ്റ് എന്നാ പുത്തി കൊടുക്കും. കൂടുതൽ കഴിക്കാനോ ഒന്നേ കഴിക്കുള്ളൂ. ഇഞ്ചിക്കിട്ടൊക്കെ 4 5 6 7 8 വളരെ വന്നിക്കണേ. അടിപൊളി ചോക്ലേറ്റാ. പലപ്പോഴും ഓരോന്നും തിന്നണതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചോറൊന്നും വരില്ല. എപ്പോഴും മധുരമുള്ളത് കഴിച്ച് ഞാൻ എപ്പോഴൊന്നും കഴിക്കില്ല. എനിക്കൊരു മൂഡ് തോന്നണം, അത് ഞാൻ കഴിക്കാനും. എപ്പോഴാണ് മരിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം കുഴക്കറിയാനും മരിച്ചു. അപ്പം നല്ല തിന്ന് മരിക്കാൻ പഠിച്ചോ ആഫിയത്തും ആരോഗ്യം തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇതാക്കോളൂ. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം. അത്ര തന്നെ പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ, ഒന്നും തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ആവശ്യമില്ലാതെ എല്ലാവരും മനുഷ്യന്മാർ തിന്നും. അതിലുള്ള തിന്നാത്തോളം ആരാളുള്ളത്? ഷുഗർ വന്നു കഴിഞ്ഞാൽ ഒക്കെ കൺട്രോളിലാ തിന്നോളൂ എന്ന് മാത്രം. കഴിക്കുക കഴിച്ചു. അപ്പോൾ ചായയിൽ മധുരം കുറക്കുക, ബിസ്ക്കറ്റിൽ മധുരം ഉണ്ടാക്കി, അങ്ങനെയൊക്കെ കുറച്ച് പോസ് ചെയ്ത് പോയിട്ട് നിൽക്കുക. അപ്പോൾ സകല മനുഷ്യന്മാരും ചോറ് വന്നിട്ട് സുറുക്കിയിലിട്ട മുളക് ചുങ്ങുമ്പോൾ ചുങ്ങുകയാണ്. പക്ഷെ കുടിക കുടിച്ച് കിഡ്നി പോവും, ആർട്ട് പോവും, എല്ലാം അടിച്ചു പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതിൽ സൊല്യൂഷൻ ഉണ്ട്. വറക്കാനുള്ള ഷുഗർ വറക്കാൻ വെണ്ടക്ക വെള്ളത്തിൽ മുക്കി രാവിലെ ചെറുവാറ്റി കഴിക്കുക. അത്തിപ്പഴം പിന്നെ എന്താണ് രാത്രി വെണ്ടക്ക വെള്ളത്തിൽ മുക്കി വെക്കുക. നേരം വെളുത്തേക്ക് അത് വെണ്ടക്കട അത് റിമൂവ് ചെയ്തിട്ട് ആ കൊഴുപ്പ് കുടിച്ചാൽ ഷുഗർ കുറയും. പിന്നെ അത്തിപ്പഴം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കൂടെ കുടിച്ച് അത് മിക്സിയിലിട്ട് അടിച്ച് കുടിച്ചാൽ അത് പച്ച തിന്നാലും കുഴപ്പമില്ല. അങ്ങനെ കുറേ സൊല്യൂഷൻ ഉണ്ട്. ചായ കുടി കഴിഞ്ഞു. എന്നാ രസം കൂടെ ചായ തല്ലിമ വലിയമാട് സിപ്പ് ഓപ്പൺ ആക്കും. എനിക്ക് 4 ഗ്ലാസ് ഒഴിച്ചോ ബാക്കിയുള്ളവർക്ക് കണക്കുള്ള രസം കണക്കില്ല ചൂട്ടും.
സഹിച്ച ഇത് വേണം നിങ്ങൾക്ക് അസഹിച്ചാണ് എനിക്ക് ചായ നല്ല വേണം എന്നാൽ നല്ല കുടിക്കും ചെയ്യും. ഓഫീസ് നല്ല ആൾക്കാരുടെ സഹായ അസനീയ സിന അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വോയിസ് ചെയ്യൂ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞാൻ ആകെ വേർത്തുക്കൊണ്ടൊന്ന് കുളിക്കാൻ പോകണം. ചൂടുള്ള ചായ തന്നാൽ തന്നെ കുളിക്കണം. വെള്ളിമ കൂടെ അല്ല പേപ്പർ വായന ഓഫീസ് സിപ്പാടെ ഓപ്പണാക്കി വെച്ചിക്കണു. നാളെ കേൾക്കണു ആ സിപ്പൊന്ന് പേപ്പർ വായിച്ചത് കാണട്ടെ. ജീവിതം പേപ്പറൊക്കെ വായിച്ച ആദ്യമൊക്കെ വായിച്ചതേ പൊറാട്ട കൊടുത്തേ. യോദ്ധാക്കളുടെ സമ്പത്ത് ഇതൊക്കെ വായിക്കുന്നുണ്ട്. ഇതാണ് നേരത്തെ അവിടെ ആദ്യത്തിരിക്കുകയാണ്. കൊച്ചു കള്ളി പെൺമരുന്ന്. ഈ മാച്ച് എങ്ങനെ നല്ല രസമുണ്ടല്ലേ, അടിപൊളി രസം. ആ പേപ്പർ കിട്ടിയ അങ്ങനെ തന്നെയാണ്. അത് ബിരിയാണി പൊതിഞ്ഞ പേപ്പറാണ്. അപ്പോൾ മക്കളെ ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.